ഒന്നാമത്തെ സൂറത്തിൽ കാര്യമായൊരു ദുആ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന്, ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ തമ്പുരാനെ. രണ്ടാമത്തെ സൂറത്തിലാണ് ആ ഹുദ ഈ കിതാബാണ്. അപ്പൊ നമ്മൾ മുസ്ലിങ്ങളുടെ രീതി എന്താണ്? നിസ്കാരത്തിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത് പിന്നെ ഈ കിതാബ് എടുത്ത് മറിച്ചു പോകൂല. അതാണ് വൈരുദ്ധ്യം. അവിടെയാണ് വൈരുദ്ധ്യം കിടക്കുന്നത്. കിതാബിൽ എന്താ പറയണെന്നുള്ളത് നോക്കുന്നില്ല. കിതാബ് എടുത്ത് ഓതാനും അറിയില്ല, മര്യാദക്ക് ഓതാനും അറിയില്ല, കിതാബിൽ എന്താ പറഞ്ഞൊന്നും അറിയില്ല. നല്ലൊരു വൈരുദ്ധ്യല്ലേ? എന്നത് അറിയണ്ടേ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തന്നെ എന്താന്നുള്ള ആദ്യം അറിയണ്ടേ. നിസ്കാരത്തെ പറ്റി സ്വർഗത്തിന്റെ ചാവി എന്ന് പറയുന്നത് അസ്സലാത്തു മിഫ്താഹുൽ ജന്ന, നിസ്കാരം സ്വർഗത്തിന്റെ ചാവിയാണ്. നിസ്കാരത്തിന്റെ ചാവി പറഞ്ഞാണ് അത് പോയാൽ പോയിട്ടുണ്ടാവില്ല. അത്തുഹൂറു മിഫ്താഹുൽ ജന്ന, ശുദ്ധീകരണമാണ് നിസ്കാരത്തിന്റെ. തുഹൂറ് നിസ്കാരത്തിന്റെ ചാവിയാണ്, നിസ്കാരം സ്വർഗത്തിന്റെയും ചാവി. ഒന്നു മര്യാദയ്ക്ക് എടുക്കണം. ഒതുക്കുമ്പോഴാണ് നല്ല ഭക്തിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് നിസ്കാരത്തിന്റെ ചാവിയാണ്. നിസ്കാരം സ്വർഗത്തിന്റെ ചാവിയാണ്. കാരണം നിസ്കാരത്തിന്റെ ഏറ്റവും വലിയത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയലാണ്. അതിലേറെ വലിയതൊന്നും നിസ്കാരത്തിൽ ഒന്നുമില്ല. അത് ഹിദായത്ത് വേണമെന്നാണ്. ഹിദായത്ത് കിട്ടിയാലോ സ്വർഗ്ഗമാണ്. അത് അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ പറഞ്ഞതാ ഹിദായത്ത് വരും, ഹുദ വരും. ആ ഹുദ ആർക്കെങ്കിലും കിട്ടിയാൽ ഇങ്ങോട്ട് തന്നെ പോരാ. അപ്പൊ സ്വർഗത്തിന്റെ ചാവിയാണ്. അല്ലാഹു തആല എല്ലാവരിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പറഞ്ഞ ഞമ്മക്ക് തന്നെ ചിലപ്പോൾ അന്തണ്ടാവില്ല അധിക സമയത്ത് നിസ്കാരത്തിൽ. എന്നെ ചുറ്റാരും നിരാശപ്പെടാനൊന്നും പറയില്ല, ശ്രദ്ധിച്ച് പറയണം. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നിസ്കാരത്തിലല്ലാതെയും വളരെ നിർബന്ധമായിട്ടും നമുക്ക് പഠിക്കൽ ഫർളായനായ സൂറത്ത് ഫാത്തിഹ സൂറത്താണ്. ആ ഫാത്തിഹ സൂറത്തിന്റെ കാതൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളതാണ്. അതിന്റെ മുമ്പുള്ളതൊക്കെ അതിന്റെ ആമുഖങ്ങൾ മാത്രമാണെന്നൊക്കെ പലപ്പോഴും ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.